അവർ ഒരു കൂട്ടം തന്നെയായാലും അവരുടെ മധ്യേ കർത്താവ് നിന്റെ കരം പിടിച്ച് നിന്റെ ശിരസിനെ ഉയർത്തിപ്പിടിച്ച് ആ തമ്പുരാൻ നിന്നെ വഴി നടത്തും. എന്തെന്നാൽ ജീവിക്കുന്ന ദൈവമാണ് ഇന്ന് നമ്മോട് കൂടെയായിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 27:2 എതിരാളികളും ശത്രുക്കളുമായ ദുർവർത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ദാവീദിന് തൻ്റെ ശത്രുക്കളെ നേരിടുന്നതിന് ദൈവത്തിലുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസമാണ് ആത്മീയ ശത്രുക്കളെ നേരിടുന്നതിന് വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്നത്. കർത്താവേ, എനിക്കെതിരെ ശത്രുത വെച്ച് നിലകൊള്ളുന്നവരെ നീ കാണുന്നവനാണ്. എൻ്റെ ന്യായം നീ തന്നെയാണ്, എൻ്റെ പ്രതിരോധം നീ തന്നെയാണ്. എൻ്റെ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന നാവുകളെ നീ ശാന്തമാക്കണമേ. എനിക്കെതിരെ ഉയരുന്ന ആലോചനകൾ നിന്റെ സന്നിധിയിൽ ശൂന്യമാകട്ടെ. എന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ദുഷ്ടത നിന്റെ നീതിയിൽ തന്നെ നിലച്ചു പോകട്ടെ. കർത്താവേ, എനിക്ക് ചുറ്റും നീ അഗ്നിയാൽ സംരക്ഷണത്തിൻ്റെ വലയം തീർക്കണമേ. എൻ്റെ ജീവിതത്തിൽ നീ ഉയർത്തുന്ന അനുഗ്രഹങ്ങളെ ആരും തടയാതിരിക്കട്ടെ. എനിക്കെതിരെ രൂപപ്പെടുന്ന ആയുധമൊന്നും വിജയിക്കുകയില്ല എന്ന നിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കണമേ. ഈശോ, എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ പോലും നീ എൻ്റെ തല ഉയർത്തുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനം: നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഈ വചനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമുള്ള ആത്മാവാണ്. നമ്മെ വേദനിപ്പിക്കുന്നവരോടുള്ള സ്വാഭാവിക പ്രതികാരമാകുമ്പോൾ ക്രിസ്തു നമ്മെ വിളിക്കുന്നത് അതിന് മീതെയുള്ള വഴിയിലേക്കാണ്, അത് അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക്. ഇത് എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ, പക്ഷേ കൃപയാൽ സാധ്യമാണ്. അനുഗ്രഹിക്കുക എന്നത് അവരുടെ